ചൈതന്യങ്ങൾ നിങ്ങളുടെ പൂർവികർ മുത്തനും മുത്തിയൊക്കെ ഏത് പ്രകാരത്തിലാണ് ആരാധിച്ചത് അത് തന്നെ കൊടുത്ത് കള്ളും മീനും കോയും എന്തെല്ലാം നിങ്ങൾ കഴിക്കണം അതൊക്കെ കൊടുത്ത് തന്നെ ആരാധിക്കണം. ഈ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ പൂർവികർ പറഞ്ഞു കൊടുക്കാത്ത ശിഷ്യ രഹസ്യം കഥനം എന്ന കാര്യത്തിൽ ശിഷ്യരായി നിൽക്കാൻ പോലും കഴിയാത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാണ്ടിട്ടുണ്ടാവും, അത് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ ആ രീതിയിൽ ഇവരിത് കൊടുന്ന് വെക്കുന്ന നേരത്ത് കയ്യിലെ പൊരിച്ചതും കൂട്ടിയിട്ട് ചോറുന്നിട്ട് വന്നത് ഞാൻ ഒരു തന്ത്രിയാണ്. നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് എന്നെ വിലക്കാൻ പറ്റും? അങ്ങനെ പോകുന്ന ചൈതന്യമാണ് പോട്ടെ, അങ്ങനെ പോകുന്ന സ്ഥാനമാണെങ്കിൽ പോട്ടെ. നിങ്ങളോട് 21 ദിവസം വ്രതം എടുക്കാനും 11 ദിവസം വ്രതം എടുക്കാൻ പറയുന്ന ഈ പൂജാരിമാരൊക്കെ ഇതൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കാറുണ്ട്. ഇത് കാണുന്നവർ ശ്രദ്ധിക്കണം. നമ്മുടെ പൂർവികന്മാരുടെ ഇരിക്കടി നാർത്തി ഇരിപ്പിച്ച കുറേ മൂർത്തികളൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ വിളിപ്പുറത്ത് ഇവരൊക്കെ അങ്ങ് കല്ലെല്ലാം എടുത്തിട്ട് പുഴയിലിട്ടിട്ട് ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് കരയുന്ന ആൾക്കാരല്ല ഇന്ന് ലോകം നിറച്ചുള്ളത്. ദോഷമുണ്ട്, അതാണ് ഏറ്റവും വലിയ ദോഷം. അതിലേക്ക് സത്യത്തിൽ ഒരുപാട് കാവും പതിലും ക്ഷേത്രങ്ങളൊക്കെ മാറി അന്യദേവത അന്യമന്ത്രയജനം എന്ന് പറഞ്ഞ ദോഷമുണ്ടല്ലോ. എല്ലാ ജീവജാലങ്ങളിലും ജീവനും ഉണ്ട്. പൂജാപാത്രങ്ങൾ വിശേഷം തീർത്ഥശങ്ക എന്താണ്? അപ്പോൾ ഇവരൊക്കെ ആരെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചിന്താഗതികൾ കൊണ്ടുവരുന്നത്? ഇത്തരം ആചാരങ്ങൾ ഫോളോ ചെയ്യുന്നവരെ കൃത്യമായിട്ട് ഇവർ വൈദികവൽക്കരിക്കുന്നില്ലേ? ഇതിനൊരു പരിധി വരെ ഇവിടുത്തെ ആചാര്യന്മാർക്കും ഇവിടുത്തെ വൈദികന്മാർക്കും ഇവിടുത്തെ ജ്യോതിഷന്മാർക്കും ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കണം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്പൂരിയല്ലേ? അങ്ങനെയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും നമ്പൂരിമാരാണോ? ഒരിക്കലല്ല. ബ്രഹ്മജ്ഞാനമുള്ളവരാണ് ബ്രാഹ്മണൻ. കൗളബ്രാഹ്മണന്മാർ ആണ് ഈ കേരളം നിറച്ചുള്ളത്, അല്ലെ ഭാരതം നിറച്ചുള്ളത്. അല്ലാണ്ട് നമ്പൂതിരി ബ്രാഹ്മണന്മാരൊന്നുമല്ല. പൂനൂലിട്ടാൽ ബ്രാഹ്മണനാവൂല അല്ലേ? സംഗീജി, നമ്മളുടെ ഈ കാവും പതി അല്ലെങ്കിൽ ക്ഷേത്രം ഇത്ര സംവിധാനങ്ങൾ ശാക്തേയ കാവുകളിലൊക്കെ ആയിട്ട് ശാക്തേയ മലബാരം കാവുകളൊക്കെ ഇവിടെ ആദ്യകാലത്ത് കാര്യങ്ങൾ നിശ്ചയിച്ച് പറഞ്ഞിരുന്നൊക്കെ കോമരങ്ങളാണല്ലോ. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ജ്യോത്സ്യന്മാർ വരിക, ജ്യോത്സ്യന്മാർക്ക് ശേഷം തന്ത്രി വരിക. ഈ ഒരു സംവിധാനം ഉണ്ടാവുന്ന സമയത്ത് ഈ കാവിൻ്റെയും പതിൻ്റെയൊക്കെ ആചാരങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്ന് അവരൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതിൽ സത്യത്തിൽ ഇത് തിരിച്ചുപോക്ക് ആവശ്യമില്ല. സത്യത്തിൽ ഈ കാവിലേക്ക് ഈ ജ്യോത്സ്യന്മാർക്കപ്പുറം ഈ കോമര സംവിധാനത്തിലൊക്കെ അപ്പം അങ്ങനെ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ സമൂഹത്തിൽ, അല്ലേ? നമ്മളൊക്കെ കാണാനൊക്കെ വരുന്ന ആളുകൾ. അപ്പോൾ അത് എന്താണ് ആ ഒരു സംവിധാനത്തേക്ക് മടങ്ങിപ്പോകാനൊക്കെ സംഗീതയുടെ അഭിപ്രായത്തിൽ എന്താ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് ഇതിനെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം ശാക്തേയ മാർഗത്തിൽ? നമസ്തേ. ഇത് ഒരു പരിധി വരെ ഇത്തരം ചൈതന്യങ്ങളെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പിൻതലമുറക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവരുടെ അറിവില്ലായ്മയാണ് ഇവിടെ ജ്യോതിഷന്മാർ കടന്നുകൂടാനുള്ള പ്രധാന കാരണമായത്. ഈ സമ്പ്രദായത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ആർക്കും ഒരു പരിധി വരെ അറിഞ്ഞിരുന്നില്ല, ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെടാൻ പ്രധാനമായിട്ടും ആളുകൾ എന്ത് ചെയ്യും? ഒരു ജ്യോതിഷ പ്രശ്നചിന്ത വെക്കും. പണ്ട് കാലങ്ങളിൽ എല്ലാ തറവാടുകളിലും കാവുകളിലും വെളിച്ചപ്പാടുണ്ടായിരുന്നു, കോമരുണ്ടായിരുന്നു, അമ്മയുടെ കൽപ്പന ഉണ്ടായിരുന്നു. തമ്പുരാട്ടി വന്ന് കൃത്യമായിട്ട് പറയും ഇന്ന കാര്യങ്ങൾ. അതേപോലെ രോഗങ്ങൾ മാറ്റിയിരുന്നു. ആ സാന്നിധ്യമുള്ള നർത്തക സ്ത്രീകളോ അല്ലെ നർത്തകന്മാരോ എന്ത് രോഗം വന്നു കഴിഞ്ഞാൽ ഒരു കനകക്കുറി അഥവാ ഒരു മഞ്ഞപ്പൊടിയിൽ അവർ രോഗങ്ങളൊക്കെ മാറ്റിയിരുന്നു. പണ്ട് കാലത്ത് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഈ ചൈതന്യങ്ങളുടെ മുമ്പിൽ നിന്നായിരുന്നു അവരുടെ പ്രസവം എടുക്കലും. മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നും വിളക്ക് കത്തിച്ചിട്ട് അല്ല രാമായണം ബാക്കി പലതും വായിക്കുന്ന പാരമ്പര്യമാണ് നമ്മുടെ സനാതനികളുടെ, അല്ലേ? ഇതിൻ്റെ അകത്തു നിന്നൊക്കെ കാര്യങ്ങൾ ഒരു കുറേ ഇന്ന് പകുതി മുക്കാലും സ്ഥലത്തുനിന്ന് മാറ്റപ്പെടാനുള്ള പ്രധാന കാരണം ചില വൈദിക ക്രിയകൾ ചെയ്യുന്നവരുടെ കടന്നുകയറ്റവും ആർജിത ബ്രാഹ്മണന്മാരുടെ തെറ്റായ ചിന്താഗതികളും ചില ജ്യോതിഷമന്യന്മാരുടെ സമ്പ്രദായം മാറ്റാനുള്ള ത്വരയുമാണ് ഇതിന് കാരണം. അത് ഈ ജ്യോത്സ്യന്മാരുടെ അല്ലെങ്കിൽ ഇപ്പോൾ ആർജിത ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഈ പരമ്പരാഗത വൈദിക ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ സാമുദായികമായിട്ട്. ഇത്തരം ആളുകളേക്കാൾ കൂടുതൽ ഈ ആർജിത ബ്രാഹ്മണരെന്ന് അവകാശപ്പെടുന്ന ഈ പുനോദ്ധാരികളോ അല്ലെങ്കിൽ ഇത്തരം ചിന്താ പദ്ധതികളോ അതുപോലെ തന്നെ ജ്യോതിഷം ഈ അക്കാഡമിക്കായിട്ട് പഠിച്ചു വരുന്ന ഈ പാരമ്പര്യ ജ്യോത്സ്യന്മാർക്ക് അപ്പുറം പഠിച്ച് വന്നിട്ട് പ്രത്യേകിച്ച് ശാക്തേയ ഉപാസന ഇല്ലാതെ കൗളോ ശാക്തയോ മലബാരോ അതിനോടൊന്നൊരു ബന്ധമില്ലാത്ത ആളുകൾ കൂടി ഇത് ചെയ്യുന്നത് കൊണ്ടല്ലേ സത്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം? ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവുമായിരുന്നു. ഇല്ല, ജ്യോതിഷന്മാർ തികച്ചും ഉപാസകന്മാരായിരിക്കണം. മന്ത്രസിദ്ധിയുള്ള ജ്യോതിഷനെ ക്ഷണിക്കണം എന്നാ. ഒരിക്കലും മന്ത്രസിദ്ധിയുള്ള ഒരു ജ്യോതിഷൻ ദേവതൻ്റെ ഭാവമാറ്റത്തിനോ കർമ്മമാറ്റത്തിനോ അല്ലെങ്കിൽ ഉപാധികൾ മാറ്റാനോ പറയില്ല. അപ്പോൾ ഈ നാട്ടാചാര പ്രകാരം ശാക്തേയ കാവുകളുമായിട്ട് ബന്ധപ്പെട്ട ശക്തി ഉപാസനയുള്ള ജ്യോതിഷനെ വിളിച്ചു കഴിഞ്ഞാൽ ഇതൊരു പരിധി വരെ നിർത്തലാക്കാൻ പറ്റും. ചില ജ്യോതിഷികൾ ചില തന്ത്രിമാരായിട്ട് ടൈപ്പ് ഇല്ലെന്ന് കൂടി നമുക്ക് തോന്നിപ്പോവുകയാണ്. ഈ ഹോസ്പിറ്റലും മെഡിക്കൽ ഷോപ്പും അത് നേരത്തെ ഞങ്ങൾ സംസാരിച്ച കാര്യമാണത്. അപ്പോൾ അത്തരം വിഷയങ്ങളിലേക്ക് കടന്നുകൂടി നമ്മുടെ പതികളെ ക്ഷേത്രങ്ങളാക്കി മാറ്റുക, അല്ലെ ഒരു കാവാക്കി മാറ്റുക, കാവുകളെ ക്ഷേത്രങ്ങളാക്കി മാറ്റുക. അതിനൊരു തന്ത്രി വരിക. പിന്നീട് നമ്മുടെ ധർമ്മദൈവങ്ങളെ നമ്മൾ തന്നെ നോക്കണം, നമ്മുടെ അമ്മനെ നമ്മൾ തന്നെ പോറ്റണം. ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും. അല്ലെങ്കിൽ ഇന്നിപ്പം നിങ്ങൾക്കത് ചെയ്യാനറിയില്ല, അതൊരു പുനർപ്രതിഷ്ഠയുടെ ഘട്ടത്തിലെ കുടിവെപ്പിൻ്റെ ഘട്ടത്തിലാണ് അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നവരെ കണ്ട്
അവരെ കൊണ്ട് ഏത് ജ്യോതിഷനെ വേണം കാണണമെന്ന് നിർദ്ദേശിച്ചിട്ട് എന്ത് ജ്യോതിഷ ചിന്ത നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം വരണം. ഒരു 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് ഒരു പൂവും അരിയും വെച്ച്, പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു, വിളക്കിടാന്ന് പറഞ്ഞ സമ്പ്രദായം ഉണ്ടായിരുന്നു. പൂവും അരിയും ചേർത്ത് ആരൊക്കെ മൂർത്തികളുണ്ട് അവരൊക്കെ വിളിക്കുക അല്ലേ. ഇവിടെ നമ്മൾക്ക് മുമ്പുള്ളവർ ഇവിടെ എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് ചെറിയ കുട്ടികളല്ലേ പൈത മക്കളായ നമുക്കാർക്കും അറിയില്ല. അറിഞ്ഞിട്ടോ അറിയാതെയോ എന്തെങ്കിലും വല്ല തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാതാവെല്ലാം മാർത്തിട്ട് പൊറുക്കാൻ പ്രാർത്ഥിച്ചിട്ട് ഓരോ മൂർത്തികളെ പേരും അരിയും ചേർത്തി പ്രാർത്ഥിച്ച് വിളിച്ചിട്ട് എന്ത് ചെയ്യുക അല്ലേ. ആ വിളക്കിലേക്ക് അരി ചേർത്ത് ഞങ്ങൾക്കൊരു കോമരത്തിന് വേണം, എന്നിട്ട് ഭഗവതിൻ്റെ അരുളപ്പാട് ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അത് മതി. നിങ്ങളുടെ ഒരേ മനസ്സാണ് കൃത്യമായിട്ട് ആ സ്പന്ദനം ചൈതന്യം ഏതെങ്കിലും ഒരു നാരിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുരുഷനിലേക്കോ ആവേശിച്ച് കൃത്യമായിട്ട് എന്തുണ്ടാവും, അവിടെ ഭഗവതിൻ്റെ അരുളപ്പാടുണ്ടാവും. ആദ്യം ഇതൊന്ന് ചെയ്തു നോക്കുക, ഒരു 3 തവണയെങ്കിലും. ഇത് ചെയ്തിട്ട് ആയിട്ടില്ലെങ്കിൽ മാത്രം ഇത്തരം ശാക്തേയ ഉപാസകന്മാരെ കാണാം. ശാക്തേയ ഉപാസകർ നിർദ്ദേശിക്കുന്ന എന്ത് ചെയ്യുക, ജ്യോതിഷന്മാരെ അല്ലെങ്കിൽ ജ്യോതിഷന്മാരെ കണ്ടിട്ടുണ്ട് ഒരു ശാക്തേയം കൈകാര്യം ചെയ്യുന്ന കൃത്യമായിട്ട് ഇത്തരം ആരാധന പതികൾ ഇതിൻ്റെ ഒക്കെ കുടിവെപ്പ് കാര്യങ്ങൾ നടത്തുന്ന ആചാര്യന്മാരായിട്ട് സംസാരിച്ചിട്ട് ഒരു ജ്യോതിഷനെ കൊണ്ടുവരാം. അല്ലെ ആ ജ്യോതിഷ പ്രശ്നചിന്ത നടത്തുന്ന ഇത്തരം ആചാര്യന്മാരെയും കൂടി ക്ഷണിക്കാം. കാരണം ഒരുപാട് പേര് വലിയ പൈസ സാമ്പത്തികം ചിലവാക്കിയിട്ട് ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഇത്തരം ചൈതന്യങ്ങളെ മാറ്റി അതിൻ്റെ സമ്പ്രദായം മാറ്റി വേറൊരു തന്ത്രി വന്ന് വേറൊരു പ്രാണപ്രതിഷ്ഠ നടത്തി വേറൊരു മൂലമന്ത്രം നശിച്ച്, എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ 99 തന്ത്രിമാർക്കും ഇത്തരം മൂർത്തികളുടെ മന്ത്രം അറിയില്ല, മൂർത്തികൾ ആരാന്നറിയില്ല, ധ്യാനം അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ ഒരു വീഡിയോയിൽ പറയണ്ടേ, ഈ ശ്രീകുറുമ്പ ഭഗവതിയാണ് കേരളം എന്ന് ഉറച്ചും. ഇപ്പോൾ കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി, എത്ര തന്ത്രിമാർക്ക് ഈ ശ്രീകുറുമ്പ ഭഗവതിൻ്റെ മന്ത്രം അറിയാം. അതേപോലെ നമുക്ക് എത്ര ഈ മലബാരത്തായാലും എത്ര മൂർത്തികളുണ്ട്, എത്ര ആൾക്കാർക്കറിയാം, നമുക്ക് തന്നെ എത്ര അറിയാം, നമ്മുടെ പൂർവികന്മാർക്ക് എത്ര അറിയാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ ഒരു ശിവനും പാർവതിനെ അറിയാം. ശൈവമായിട്ടുള്ളതൊക്കെ ശിവനും ഒരു ശിവക്ഷേത്രവും ശിവലിംഗമൊക്കെ ആക്കിയ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കേരളത്തിൽ. ഞാൻ പറയുന്നത് വാസ്തവമാണ്. ഭഗവതിയൊക്കെ എല്ലാം പാർവതിയും അല്ലേ. ഇന്നിട്ട് വീണ്ടും നശിച്ചു പോകും. ദോഷമുണ്ട്, അതാണ് ഏറ്റവും വലിയ ദോഷം. അതിലേക്ക് സത്യത്തിൽ ഒരുപാട് കാവും പതിലും ക്ഷേത്രങ്ങളൊക്കെ മാറി അന്യദേവത അന്യമന്ത്രയജനം എന്ന് പറഞ്ഞ ദോഷമുണ്ടല്ലോ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ മൂർത്തിൻ്റെ ഉപാസന തുടങ്ങും, നമശിവായ ജപിക്കാൻ തുടങ്ങും. ഗുളികനെ നമശിവായ വെച്ച് പൂജിക്കുന്ന ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ. ഗുളികനും ഈ നമശിവായും തമ്മിൽ എന്താ ബന്ധം? എല്ലാം നമശിവായാണെങ്കിൽ എന്നാലേ ഒന്നും മതിയല്ലോ. അപ്പോൾ പൂർവ്വകാലത്ത് എങ്ങനെയായിരുന്നു ആചരിച്ചു വന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും പതികൾ പൊളിച്ചിട്ട് ക്ഷേത്രവൽക്കരിക്കരുത്. പണ്ട് കാലത്തുള്ള പീഠങ്ങളോ ഉപാധികളോ മാറ്റാൻ പാടില്ല. അതിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു നാണയം വെച്ച് കൊടുത്താൽ ഈ ഇളക്കം തീരും. അതിന് കാല് മുറിക്കേണ്ട ആവശ്യമില്ല, അത് അഗ്നിക്കരയാക്കേണ്ട ആവശ്യമില്ല. പൂർവ്വകാലത്തുള്ള ഉപാസന പദ്ധതികൾ മാറ്റി അല്ലെങ്കിൽ ഉപാധികൾ മാറ്റി വേറെ പുറത്തു നിന്നുള്ള തന്ത്രിനെ കൊണ്ട് പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പോൾ നമുക്ക് ദുരിതം വരും. ചൈതന്യങ്ങൾ നശിക്കുകയുള്ളൂ. ആ സമയത്ത് ഒന്നുമില്ല. മറിച്ച് നിങ്ങൾ തന്നെ ഒരു കുടിവെപ്പ് നടത്തിയാൽ മതി. നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഇത്തരം ആചാര്യന്മാരെ കൊണ്ടുവന്നിട്ട് എല്ലാവരും നിർദ്ദേശപ്രകാരം നല്ല രീതിയിൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കൃത്യമായിട്ട് വിളിച്ച് ആ ഭഗവതിനെ ആ പീഠ സമർപ്പണം അല്ലെ വേറെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അല്ലെ ശില വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് മതി. ഇവിടെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഇവരെന്നെ ചെയ്താൽ മതി എന്ന് പറയുമ്പോഴേ ചില ആളുകളുണ്ട് അങ്ങനെ ചെയ്താൽ മതി അറിയുമ്പോൾ ഒരു ധാരണയും ഇല്ലാണ്ട് പോയിട്ട്, കാരണം അവർക്കൊന്നും അറിയില്ല, ചിലപ്പോൾ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടാവും, ഒരു ധാരണയും ഇല്ലാണ്ട് പോയിട്ട് കല്ല് വയ്ക്കുകയൊക്കെ ചെയ്യും. പിന്നീട് ഇവരെന്നെ വന്നിട്ട് എന്താ വെച്ചാൽ ദുരിതങ്ങളാണ് പറയും, അയ്യോ ഇല്ല. അപ്പോൾ ഇവിടെയാണല്ലേ ഒരു ശരിക്കും കൃത്യമായിട്ട് ഈ ഒരു സാധകനോട് അല്ലെങ്കിൽ അറിവുള്ള സമ്പ്രദായത്തിൽ അറിവുള്ള, ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ വെച്ചാൽ ചില ആളുകൾ സന്യാസിമാരെയൊക്കെ ഈ ദക്ഷിണാചാരം ഫോളോ ചെയ്യുന്ന വൈഷ്ണവിസം ഫോളോ ചെയ്യുന്ന വേദാന്തികളോടൊക്കെ ഇവിടെ ചോദിക്കുക. അത്തരം ചോദിച്ചിട്ട് അവരെങ്ങനെയും വെച്ചോന്ന് പറഞ്ഞിട്ട് ഇവർ കല്ല് വെച്ച് കഴിഞ്ഞാലും അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ ചില ആളുകളുടെ ഒരു ധാരണയുണ്ട്. പലപ്പോഴും ഇപ്പോൾ നമ്മളൊക്കെ ഈ പറയും എന്താ വെച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മതി എന്ന്. ഈ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ പൂർവികർ പറഞ്ഞു കൊടുക്കാത്ത ശിഷ്യ രഹസ്യം കഥനം എന്ന കാര്യത്തിൽ ശിഷ്യരായി നിൽക്കാൻ പോലും കഴിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാണ്ടിട്ടുണ്ടാവും, അത് പറയാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ ഇവരിത് കൊടുന്ന് വെക്കുന്ന നേരത്തെ ആ പരിപൂർണത ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും അറിയാത്ത പിള്ള ശരിക്ക് ചോദിച്ചറിഞ്ഞിട്ട് വേണ്ട ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ആചാര്യൻ്റെ സഹായം തേടി പിന്നീട് അവിടുത്തെ ക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ച് ചെയ്യുകയല്ലേ ഏറ്റവും ബെറ്റർ ആയിരിക്കുക. അല്ല, അതാണ് കൂടുതൽ നന്നാവുക. പക്ഷേ പണ്ട് കാലത്ത് ഇത് ചെയ്തിരുന്നവർക്ക് ഉപാസന വില ഉണ്ടായിരുന്നു. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഉപാസന വേണം. ഉപാസന വിലയില്ലാണ്ട് നമ്മൾ കാട്ടിക്കൂട്ടി ഒപ്പിക്കാനൊന്നും പാടില്ല. പിന്നെ നമ്മുടെ ഗുരു കാരണവന്മാരും നമ്മുടെ പൂർവികരും നമ്മുടെ ഋഷികളൊക്കെ നമ്മുടെ പ്രാണശക്തി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പിതൃബലിയും ദേവബലിയും ഇതൊക്കെ ഇടുന്നത് അല്ലേ. അപ്പം നമ്മുടെ ഉള്ളിൽ ആ സ്പന്ദനം സ്ഫുരിക്കുന്നുണ്ട്. കൃത്യമായിട്ട് മന്ത്രജപത്തിലൂടെ അത് ഉണർത്തിയിട്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതിഷ്ഠ വെക്കാം. പിന്നെ ഈ പ്രശ്ന ജ്യോതിഷികളൊക്കെ പറയുന്ന ഈ ബ്രാഹ്മണന്മാരെ കാല് കഴിച്ചു വിട്ട് മറ്റേത്. പക്ഷേ എനിക്കെന്താ പറയുക പറയാനുള്ളത്, ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കണം, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്പൂരിയല്ലേ. അങ്ങനെയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും നമ്പൂരിമാരാണോ? ഒരിക്കലല്ല. ബ്രഹ്മജ്ഞാനമുള്ളവരാണ് ബ്രാഹ്മണൻ. കൗളബ്രാഹ്മണന്മാർ ആണ് ഈ കേരളം നിറച്ചുള്ളത് അല്ലെ ഭാരതം നിറച്ചുള്ളത്. അല്ലാണ്ട് നമ്പൂതിരി ബ്രാഹ്മണന്മാരൊന്നുമില്ല. പൂനൂലിട്ടാൽ ബ്രാഹ്മണനാവില്ല അല്ലേ.
അത് ആളുകളുടെ ഒരു ധാരണ. ഇപ്പോൾ ദ്വിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ദ്വിജത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈദിക ബ്രാഹ്മണർ മാത്രമാണെന്നാണ്. സ്വന്തം സമ്പ്രദായത്തിൽ അവൻ അവൻ്റേതായിരിക്കുന്ന ആത്മവിദ്യ പഠിക്കാൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് ഉപദേശം സ്വീകരിക്കല്ലേ അച്ഛൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഗുരുക്കന്മാരുന്നോ, അവരും ദ്വിജനായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ധാരണ ദ്വിജൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, വിപ്രൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇതിൻ്റെ ദുർവ്യാഖ്യാനങ്ങളുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. കാരണം തന്ത്രി എന്ന് പറഞ്ഞാൽ പോലും ആളുകൾ വരുന്നത് ഇപ്പോൾ ജ്യോത്സ്യൻ തന്ത്രി, ഇപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞ വിഷയം. തന്ത്രി എന്ന് പറഞ്ഞാൽ തന്നെ ആളുകളെ മനസ്സിലേക്ക് എന്താ, ഇന്ന മനക്കൽ ഇന്ന നമ്പൂതിരിപ്പാട് ഭട്ടേരിപ്പാട് ഇവരാണ് തന്ത്രി എന്നാണ് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ കരുതുന്നത്. അല്ല, അതിന് ഒരു 6ഉം 7ഉം തറവാട്ടുകാർക്ക് ഇതിൻ്റെ അവകാശമൊക്കെ കൊടുത്ത ഒരു എന്താ പറയുക, ഒരു ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കഥകളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ വസ്തുതക്ക് നിരക്കാത്തതാണ്. നമ്മുടെ പൂർവികന്മാരുടെ ഇരിക്കടി നാർട്ടി ഇരിപ്പിച്ച കുറേ മൂർത്തികളൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്ത് ഇവരൊക്കെ അങ്ങ് കല്ലെല്ലാം എടുത്തിട്ട് പുഴയിലിട്ടിട്ട് ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് കരയുന്ന ആൾക്കാരല്ല ഇന്ന് ലോകം നിറച്ചുള്ളത്. ഈ ചൈതന്യങ്ങൾ നിങ്ങളുടെ പൂർവികർ മുത്തനും മുത്തിയൊക്കെ ഏത് പ്രകാരത്തിലാണ് ആരാധിച്ചത്, അത് തന്നെ കൊടുത്ത് കള്ളും മീനും കോയും എന്തെല്ലാം നിങ്ങൾ കഴിക്കണം അതൊക്കെ കൊടുത്ത് തന്നെ ആരാധിക്കണം. അല്ല, ഇപ്പോൾ വിഷയം എന്താ വെച്ചാൽ കള്ളും കോഴി അല്ലെങ്കിൽ കോഴിയിറച്ചിയൊക്കെ എന്താ വെച്ചാൽ ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ അല്ല എന്നുള്ള അങ്ങനെ അറിയണ്ടാവും. ഞാനിപ്പോൾ ഇവിടത്തേക്ക് വരുന്ന വഴി ഞാൻ മറ്റേ അയില പൊരിച്ചതും കൂട്ടിയിട്ട് ചോറുന്നിട്ടാ വന്നത്. ഞാൻ ഒരു തന്ത്രിയാണ്. നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് എന്നെ വിലക്കാൻ പറ്റും? അതാണ് എന്താ വെച്ചാൽ എത്ര ആളുകൾക്ക് ഇവർക്ക് വിലക്കാൻ പറ്റും? ഏത് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് പ്രമാണത്തിലാണ് പറയുന്നത്? പറയൂ, ഇവർ ഏത് പ്രമാണത്തിലാണ് ഇത്തരം ഇതൊക്കെ ഒഴിവാക്കാൻ പറയുന്നത്? ഇവിടെയാണ് എന്താ വെച്ചാൽ ഹൈന്ദവ സമൂഹം എന്ന് പറയുന്ന ആളുകൾ തിരിച്ചരിക്കപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മളുണ്ടായില്ല, ഇപ്പോൾ നടന്നൊരു കാര്യം ഇപ്പം അങ്ങേക്ക് അറിയാം. വിഷുവിന് ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ ഒരു മാംസം വെച്ചൊരു വിഷയമുണ്ട്. അത് മറ്റൊരു മതസ്ഥനാണ്. പക്ഷെ എന്നാൽ പോലും അത് ആ മതത്തിന് ആ വിഷയത്തിൽ നേരുന്നതിന് പകരം കൃഷ്ണനോ അല്ലെങ്കിൽ ദേവതകളോ മാംസം കഴിക്കില്ല എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ നോക്കി. അതൊരു തെറ്റിദ്ധാരണജനകമായ കാര്യമല്ല. കാരണം മാംസം എന്തോ അല്ലെങ്കിൽ മത്സ്യവും മാംസം കഴിക്കുന്ന ഹൈന്ദവരൊക്കെ ഒരു മോശപ്പെട്ടവരാണെന്നും മത്സ്യ സംസ്കാരം മോശമാണെന്നും ഈ അതിനെ മത്സ്യത്തെ പിടിക്കുന്ന അരയ വിഭാഗങ്ങൾ, ധീവര സമൂഹങ്ങൾ ഇവരൊക്കെ മോശക്കാരാണെന്നൊക്കെ വരുന്ന പോലെ ചിത്രീകരണമില്ല. അപ്പോൾ സത്യത്തിൽ കൗള ശാക്തേയ മലബാര സമ്പ്രദായങ്ങളെ അല്ലെങ്കിൽ അത് അത്ര വിശാലമായിട്ടുള്ള ദർശനങ്ങൾ ഭാരതത്തിലുണ്ട്. അതിനെയൊക്കെ തമസ്കരിച്ചു കൊണ്ടൊരു ഒരു പോക്ക് പോകുമ്പോൾ അങ്ങ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാവും പതിയൊക്കെ എങ്ങനെ ഇത് പുനഃസൃഷ്ടിക്കാൻ പറ്റും? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അങ്ങേപ്പോഴുള്ള ആചാര്യന്മാർ, ഇപ്പം നമ്മളൊക്കെ ഉൾപ്പെടുന്ന ഈ സമൂഹം ശക്തമായി ഇത്തരത്തിലുള്ള വെജിറ്റേറിയനിസത്തിന് നേരിടേണ്ടതില്ലേ? കാരണം അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ തുറന്നു പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഈ മത്സ്യം പൊരിച്ചതും കൂട്ടി കഴിച്ചിട്ടാണ് വന്നത്. അങ്ങനെ പോകുന്ന ചൈതന്യമാണ് പോട്ടെ, അങ്ങനെ പോകുന്ന സ്ഥാനമാണെങ്കിൽ പോട്ടെ. ഇവിടെയാണ് അങ്ങ് എന്താ വെച്ചാൽ അങ്ങ് എനിക്ക് തോന്നുന്നു കണ്ണൂരാണ് അങ്ങനെ സത്യം. കണ്ണൂർ കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ വളയനാട് കാവും അല്ലെങ്കിൽ ഈ പറഞ്ഞ മാടായി കാവോ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഇതൊരു ഒരു പ്രത്യേകം തോന്നില്ല. കാരണം അവിടുത്തെ മൂസത്തിനെയും മറ്റുള്ള കാണുന്ന ആളുകളാണ്. അത് കഴിഞ്ഞ് നേരെ എന്താ വെച്ചാൽ ഏകദേശം മലപ്പുറം തൊട്ടിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഈ പൂജാരി അല്ലെങ്കിൽ തന്ത്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെജിറ്റേറിയൻകാരനാണെന്നും ഭഗവതിയോ ഭഗവാനോ ഇതൊന്നും കഴിക്കില്ല എന്ന് ധരിക്കുന്ന ആളുകളാണ് ഹിന്ദു സമൂഹത്തിൽ. ഒരു പരിധി വരെ ഈ ശ്രീനാരായണീയരും പിന്നെ ഇവിടുത്തെ തന്ത്ര കോഴ്സാണല്ലോ ഇത്ര മാസം ആ കോഴ്സ് പഠിച്ചവരൊക്കെ ഈ വൈദിക ബ്രാഹ്മണന്മാരുടെ അടുത്തുനിന്ന് ചിലപ്പോൾ അല്ലെങ്കിൽ ആർജിത ബ്രാഹ്മണന്മാരുടെ അടുത്തുനിന്ന് പഠിച്ചു. കൂടുതൽ ഇത് തൃശ്ശൂർ എറണാകുളം ജില്ലയിലുള്ള പൂജാരിമാർക്കാണ് ഈ തെറ്റിദ്ധാരണ കൂടുതൽ. അവരൊന്നും നമ്പൂതിരിമാരുമല്ല. അല്ല, ഇവിടെ വെച്ചാൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് തൃശ്ശൂർ എറണാകുളം ഒതുങ്ങുന്നില്ല. അപ്പം നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് മറ്റുള്ള ആളുകളൊക്കെ ഒത്തിരി ഉള്ളതല്ലേ, ഇവർ ഒതുങ്ങുന്നില്ല. ഈ നമ്മൾ സത്യം പറഞ്ഞാൽ കോഴിക്കോടിനിപ്പുറം വരുന്ന ആളുകളുടെയൊക്കെ ധാരണ, തിരുവനന്തപുരം വരുന്ന ആളുകളുടെ ധാരണ എന്താ വെച്ചാൽ ഈ പൂജാ തന്ത്രം എന്നൊക്കെ പറഞ്ഞ് ഈ വെജിറ്റേറിയനിസമാണ്. ദേവതകൾ പോലും അതാണ് ഈ വിഷയം പറയാൻ കാരണം. കൃഷ്ണൻ മാംസം കഴിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു നമ്മളെ വിശ്വാസം വേറൊരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അത് ചിത്രീകരിച്ചത്. അതുകൊണ്ടാണ് കൂടുതൽ വിമർശനത്തിനിടയാക്കിയത്. രണ്ടാമതൊരു കാര്യം, നിങ്ങളോട് 21 ദിവസം വ്രതം എടുക്കാനും 11 ദിവസം വ്രതം എടുക്കാൻ പറയുന്ന ഈ പൂജാരിമാരൊക്കെ ഇതൊക്കെ വീട്ടിൽ നിന്ന് കഴിക്കാറുണ്ട്. ഇത് കാണുന്നവർ ശ്രദ്ധിക്കണം. എല്ലാ പൂജാരിമാരും ചിക്കനും മത്സ്യമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാറുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും ജീവനും ഉണ്ട് അല്ലേ? എല്ലാ ജീവജാലങ്ങളിലും ജീവനുണ്ട്. മത്സ്യം കഴിച്ചാലും ശരി, എന്ത് കഴിച്ചാലും ശരി, ഇതൊക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട്. നിങ്ങളോട് അത് പാടില്ല ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ പൂജാരിൻ്റെ വീട്ടിലൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവനൊക്കെ പൂജിക്കുന്നത് നിലനിൽപ്പിന്. അല്ല, അത് ഇപ്പോൾ ഈ പൂജ പഠിച്ച ആളുകൾ മാത്രമല്ല, പാരമ്പര്യമായിട്ട് ഇപ്പോൾ അങ്ങേക്കും അറിയാം, പാരമ്പര്യമായിട്ട് നിൽക്കുന്ന ഇപ്പോൾ നമ്പൂതിരി പല തന്ത്രം ഫോളോ ചെയ്ത നമ്പൂതിരി ഇല്ലങ്ങളിലെ പല ആളുകളും ശാക്തേയം കൃത്യമായി അന്തശാക്തമുള്ള സങ്കല്പത്തിൽ ചെയ്തു പോകുന്ന ആളുകൾ. പക്ഷേ ഇത് സമൂഹത്തിന് അറിയുന്നില്ല. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാവും പതിയുടെ വിഷയത്തിൽ ഇത് സാധാരണക്കാർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ദേവത ഇത് കഴിക്കുന്നു. അങ്ങനെ നാരായണീയ കാര്യങ്ങളും പറഞ്ഞു. അവൻ്റെ ദേവതയ്ക്ക് നിവേദിക്കുന്നത് പാപമാണ്, തെറ്റാണ് എന്ന് ചിന്തിക്കാൻ പ്രധാന കാരണം മാംസം ഒരു മോശപ്പെട്ട വസ്തുവാണ്, അല്ലെങ്കിൽ മദ്യം എന്തായാലും അമിതമായ ഉപയോഗം മനുഷ്യന് നന്നല്ല. പക്ഷെ മറിച്ച് അത് പൂജാദ്രവ്യമാകുമ്പോൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. എന്നിരുന്നാൽ പോലും ഈ മത്സ്യവും മാംസം മോശമാണെന്ന് ചിന്തിക്കുന്ന ഒരു സിദ്ധാന്തം കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നില്ലേ? അതിന് പ്രതിരോധിക്കേണ്ടതില്ലേ എന്നാണ്. അതുകൊണ്ടാണ് ഈ തുറന്നു പറയും. ഇപ്പൊ മദ്യത്തിന്റെ പറഞ്ഞല്ലോ, മദ്യം പഴങ്ങളുടെ
അല്ലെ ധാന്യങ്ങളുടെ എന്താണ് സത്താണ് മദ്യം അല്ലേ? പഴങ്ങൾ നമ്മൾ കഴിക്കുന്നില്ലേ, അതിൻ്റെ സത്ത് തന്നെയാണ്. അതൊരു 10 നാൾ മൂടി വെച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ, ദ്രാവക രൂപമാണ് എന്ത് മദ്യം. മാംസവും മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള ഇത്തരം പദാർത്ഥങ്ങളും കാര്യങ്ങളും തന്നെ. മാംസം കഴിച്ചിട്ടല്ലേ മത്സ്യം കഴിച്ചിട്ട് ഒരു ക്ഷേത്രത്തിൽ പോകാൻ പാടില്ലെന്ന് പറയുമ്പോൾ, ഒരു ക്ഷേത്രത്തിൽ കയറുന്ന ഈ പൂജാരിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? സപ്തധാതുക്കളില്ലേ? ഒരു അമ്പലത്തിൽ മുട്ടുന്ന ചണ്ടൻ്റെ തോലെന്താണ് അല്ലേ? പൂജാപാത്രങ്ങൾ വിശേഷം തീർത്ഥശങ്ക എന്താണ്? അപ്പോൾ ഇവരൊക്കെ ആരെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ചിന്താഗതികൾ കൊണ്ടുവരുന്നത്? ഇത്തരം ആചാരങ്ങൾ ഫോളോ ചെയ്യുന്നവരെ കൃത്യമായിട്ട് ഇവർ വൈദികവൽക്കരിക്കുന്നില്ലേ? ഇതിനൊരു പരിധി വരെ ഇവിടുത്തെ ആചാര്യന്മാർക്കും ഇവിടുത്തെ വൈദികന്മാർക്കും ഇവിടുത്തെ ജ്യോതിഷന്മാർക്കും പങ്കില്ലേ? ഇവിടുത്തെ RSSകാർക്ക് പങ്കില്ലേ ഹിന്ദുവിനെ ഈ വഴിക്കാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഇവിടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇപ്പം ഞാനിപ്പോൾ അടുത്ത് ഒരു ഹൈന്ദവ സംഘടനാ നേതാവ് ഒരു വ്യക്തി പറയുന്നൊരു കാര്യം കേട്ടു. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വാദ്യോപകരണങ്ങൾ, കേരളീയ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ക്ഷേത്രങ്ങളുടെ പ്രത്യേകത, അവിടുത്തെ വാദ്യോപകരണങ്ങളുണ്ട്. അതിൽ ചെണ്ടയായാലും ഇപ്പം അങ്ങ് പറഞ്ഞു. അതുപോലെ തന്നെ തിമില, എടയ്ക്ക, ഇതൊക്കെ പശുവിൻ്റെ തോലുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ ഈ നേതാവ് പറയുന്നത് വെച്ചാൽ പശുവിനെ കൊന്നിട്ടൊന്നുമല്ല, ചത്തതിൻ്റെ തോല് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ സത്യത്തിൽ ചത്തതിൻ്റെ തോല് മാത്രം എടുക്കുകയാണെങ്കിൽ അത്തരം ഒരു വാദ്യോപകരണം കുറേ നമുക്ക്, പ്രത്യേകിച്ച് ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ആമാശയത്തിൻ്റെയൊക്കെ തോലൊക്കെ. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ ഒരു തെറ്റിദ്ധാരണയില്ല. മറ്റൊരു പ്രദേശത്ത് ചിലപ്പോൾ ഇതൊക്കെ തെറ്റായിരിക്കാം, ഈ പശുവിൻ്റെ ഇതൊക്കെ തെറ്റായിരിക്കാം. പക്ഷെ എന്നിട്ട് എല്ലാ പ്രദേശത്തും ഒരുപോലെയാണോ തന്ത്രത്തിൻ്റെ വിന്യാസം? അല്ലെങ്കിൽ വ്യത്യാസത ഇല്ലേ? അതൊക്കെ ഉൾക്കൊള്ളിട്ടല്ലേ ഇതെല്ലാത്തിനും സ്വീകരിച്ചിട്ടല്ലേ ഹിന്ദുക്കൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് ശാക്തേയത്തെ പരിപൂർണമായിട്ട്? അല്ല, ഈ മദ്യം ഉപയോഗിക്കുന്ന അല്ലെ മാംസം കഴിക്കുന്നവരും മാംസം കഴിക്കുന്നവരും അശ്രേഷ്ഠന്മാരൊന്നുമല്ല. അല്ലെങ്കിൽ ഇതൊക്കെ വർജിച്ച ഒരു ശ്രേഷ്ഠന്മാരാണോ? ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത്?